വിന്യാസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാൻ കാരണം കഴിഞ്ഞ ദിവസം മെക്കാനിക് പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലേക്കുള്ള എക്സാമിന്റെ സിലബസ് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സിലബസിന്റെ ഡിസ്കഷനും അതുപോലെ എങ്ങനെ പഠിക്കാം എന്നുള്ളൊരു സ്റ്റഡി പ്ലാനും നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നതിനാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കൺഫർമേഷൻ കൊടുത്തു കാണുമെന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് ഡേറ്റിലേക്ക് വെക്കാതെ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ കൺഫർമേഷൻ കൊടുക്കുക. എക്സാം ഡേറ്റ് വരുന്നത് ഏപ്രിൽ 8-നാണ്. അപ്പോൾ ഈ ഒരു സിലബസിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കോഴ്സ് ആരംഭിക്കുമ്പോഴും ഒരു എക്സ്പെക്ടഡ് സിലബസിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ITI ലെവൽ എക്സാം ആണെങ്കിൽ ബേസിക് ക്വാളിഫിക്കേഷൻ ITI ആയിട്ട് വരുന്ന എക്സാമുകളുടെ പ്രത്യേകത അതിന്റെ സിലബസ് കംപ്ലീറ്റ്ലി വരുന്നത് നിമി ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ്. MMEയുടെ നിമി ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ മെക്കാനിക് പോലീസ് കോൺസ്റ്റബിളിന്റെ സിലബസും വന്നിരിക്കുന്നത്. പിന്നെ നമ്മളൊരു ചിലപ്പോൾ GK പോലുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കും 20 മാർക്കിനോ 10 മാർക്കിനോ ഒക്കെ വരാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷെ അത് നോക്കിവിടെ ഒഴിവാക്കി കിട്ടിയിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു 10 മോഡ്യൂളിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഇനിയിപ്പോൾ ഇന്ന് മുതൽ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് കറക്റ്റ് ഒരു 2.5 മാസമാണ് നമുക്ക് എക്സാമിന് മുന്നേ ഉള്ളത്. അപ്പോൾ ഈ ഒരു 2.5 മാസം എങ്ങനെ നമുക്ക് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം, എഫക്റ്റീവായിട്ട് ടൈം മാനേജ് ചെയ്ത് എങ്ങനെ പഠിക്കാം, എങ്ങനെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാം, എങ്ങനെ MCQ ഡിസ്കഷൻസ് മാക്സിമം കൊണ്ടുപോകാം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ വേണ്ടി അല്ലെ പറയാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിന്യാസ് അക്കാദമിയിൽ ഓൾറെഡി നമുക്ക് ഈ കോഴ്സ് റണ്ണിങ് ആണ്. അത് കൂടാതെ ഇപ്പോൾ ഈ കൺഫർമേഷൻ വന്നതിന് ശേഷം പഠിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന കുറേ ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് വിന്യാസ് അക്കാദമിയിൽ പുതിയൊരു ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഈ ക്രാഷ് ബാച്ചിന് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് കഴിഞ്ഞിരിക്കുന്ന ടോപ്പിക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ടോപ്പിക്കുകൾ വ്യക്തമായ ഒരു ഗൈഡൻസോട് കൂടി നിങ്ങളെ പഠിപ്പിച്ച് അതിന്റെ ഒരു MCQ ഡിസ്കഷനും ദെൻ മോക്ക് ടെസ്റ്റുകളും ഏറ്റവും അവസാനം 100 മാർക്കിന്റെ മോഡൽ എക്സാമുകളൊക്കെ എഴുതിച്ച് നിങ്ങൾ ആ ഒരു എന്താ PSC എക്സാമിന്റെ ആ ഒരു കറക്റ്റ് പാറ്റേണിലേക്ക് കൊണ്ടുവന്ന് എക്സാമിന് നമ്മൾ കൊണ്ടുവന്ന് നിങ്ങളെ ഇരുത്തുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് ഈ വീഡിയോ പറയാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിലൊക്കെ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇതിന്റെ ഓൺലൈൻ ക്ലാസ്സുകൾക്കായിട്ടും അതിന്റെ ഡെമോ ക്ലാസ്സുകൾ കാണുന്നതിന് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നും വിന്യാസ് എഡ്യൂടെക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. കൂടാതെ ഈ ഒരു എക്സാമിന്റെ പ്രത്യേകത എല്ലാ PSC എക്സാമിനും പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് കൺസെപ്റ്റുകൾ മാത്രം പഠിച്ചുകൊണ്ടുള്ള തിയറി മാത്രം പഠിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വിവരം വെക്കും അല്ലെങ്കിൽ നോളജ് ഉണ്ടാവും. പക്ഷെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു PSC എക്സാം നമുക്ക് ഒരിക്കലും ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റൂല. അതിന് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം കൺസെപ്റ്റുകൾ പഠിക്കുന്നതിന്റെ കൂടെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് പരമാവധി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കാണുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതാണ്ട് ഒരു 6-7 വീഡിയോസ് ഒക്കെ നമ്മൾ ഈ മെക്കാനിക് പോലീസ് കോൺസ്റ്റബിളിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്, MCQ ഡിസ്കഷൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇതിന് മുന്നേ നടന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ MME അതുപോലെ ഓപ്പറേറ്ററിന്റെ വാട്ടർ അതോറിറ്റി ഓപ്പറേറ്ററിന്റെ ആദ്യ സിലബസ് വെച്ചിട്ടൊക്കെ നമ്മൾ കുറെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന യൂട്യൂബ് വീഡിയോ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ഒരു സിലബസിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ സിലബസിനെ നമ്മളൊരു 10 മൊഡ്യൂളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നിങ്ങളെ സിലബസ് ഒക്കെ വ്യക്തമായിട്ട് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൽ ഫസ്റ്റ് മൊഡ്യൂള് അത് ആസ് യൂഷ്വൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ ഒരു എഞ്ചിനാണ് വരുന്നത്. എഞ്ചിൻ എന്ന് പറയുന്ന പാർട്ടാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ വന്നിരിക്കുന്നത്. ദെൻ അതിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 15 മാർക്കാണ്. ശ്രദ്ധിക്കുക, 15. അപ്പോൾ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം വരുന്ന ഒരു വെയിറ്റേജ് 15 മാർക്കാണ് ഒരു മൊഡ്യൂളിന്റെ. ബാക്കിയൊക്കെ നിങ്ങൾ നോക്കി ഇവിടെ 12 മാർക്ക് 8 മാർക്ക് എന്നൊക്കെ പറയുമ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതും ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് തന്നെയാണ്. നോക്കുക, അതിൽ എഞ്ചിൻ എന്ന് പറയുന്ന ആളാണ് വരുന്നത്. എപ്പോഴും സ്റ്റാർട്ടിങ് അത് തന്നെയായിരിക്കും. എന്താണ് ഒരു എഞ്ചിൻ, അതിന്റെ ക്ലാസിഫിക്കേഷൻ, 2 സ്ട്രോക്ക് 4 സ്ട്രോക്ക്, അതിന്റെ കമ്പാരിസൺ, പിന്നെ അതിന്റെ ടെർമിനോളജി, കംപ്രഷൻ റേഷ്യോ, സ്ട്രോക്ക്, അങ്ങനെ കുറെ കാര്യങ്ങളാണ് ഈ എഞ്ചിൻ എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നത്. പറയുന്നുണ്ട് വർക്കിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നതിന്റെ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് ആണ്. എന്ന് പറഞ്ഞാൽ സിലിണ്ടർ ഹെഡ്, അതുപോലെ കുറെ നമ്മുടെ കമ്പോണൻസ് ഉണ്ടല്ലോ, എഞ്ചിന്റെ കമ്പോണൻസ്, അതൊക്കെ ഉൾപ്പെടുന്നതാണ്. അല്ലെങ്കിൽ 2 പാർട്ടാണെന്ന് പറയാം ഫസ്റ്റ് മൊഡ്യൂളിന്. IC എഞ്ചിന്റെ ക്ലാസിഫിക്കേഷൻ ഒരു പാർട്ടും ദെൻ ഈ IC എഞ്ചിന്റെ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് രണ്ടാമത്തെ പാർട്ടും. അപ്പോൾ ഏകദേശം ഒരു ഈക്വൽ വെയിറ്റേജിലാണ് ചോദ്യങ്ങൾ വരാനും സാധ്യത. ചിലപ്പോൾ ഒരു 8+7 എന്നുള്ള മീൻസിൽ വരാം, അല്ലെങ്കിൽ നേരെ തിരിച്ചും 7+8 എന്നുള്ള മീൻസിൽ വരും. അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ വരും. എന്നാലും വ്യക്തമായിട്ടുള്ള ഒരു വെയിറ്റേജ് തന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഫസ്റ്റ് മോഡ്യൂളിൽ നിന്നും 15 ക്വസ്റ്റ്യൻസ് തന്നെ നമുക്കൊരു 99% പ്രതീക്ഷിക്കാം. PSC ഇപ്പോൾ അങ്ങനെ തന്നെയാണ് ഇടുന്നത്. ഇനി രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് പോയി കഴിഞ്ഞാൽ ഫ്യൂവൽ സപ്ലൈ സിസ്റ്റം വരുന്നത്. അതായത് ഒരു പെട്രോൾ ഫ്യൂവൽ സിസ്റ്റം നമ്മൾ പഠിക്കുന്നുണ്ട്, ഡീസൽ ഫ്യൂവൽ സിസ്റ്റം നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ വെയിറ്റേജ് വരുന്നത് 12 മാർക്കാണ്. പെട്രോൾ ഫ്യൂവൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന കൺവെൻഷണൽ കാർബറേറ്റർ മുതൽ ഇപ്പോൾ നടക്കുന്ന ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റംസ് വരെ നമ്മളവിടെ പഠിക്കണം.
അതുപോലെ അതിൽ വരുന്ന കുറെ സെൻസറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുതിയ വാഹനങ്ങളിൽ അല്ലെങ്കിൽ പുതിയ ഓട്ടോമൊബൈൽ എഞ്ചിൻസിലൊക്കെ വരുന്ന കുറെ സെൻസറുകളും കാര്യം MAP സെൻസർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സെൻസറുകളുണ്ട്. ആ സെൻസറുകളും നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. ഇപ്പൊ നടക്കുന്ന റീസെന്റ് ആയിട്ട് നടക്കുന്ന എക്സാമുകളിൽ സെൻസറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഡീസൽ ഫ്യൂൽ സിസ്റ്റം ആണ് നമ്മൾ നോക്കുന്നെങ്കിൽ, പെട്രോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കാർബറേറ്റർ പോലുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഡീസൽ ഫ്യൂൽ സിസ്റ്റം ആണെങ്കിലും അതിൽ നിന്നും സ്ഥിരമായിട്ട് ഫ്യൂൽ പമ്പ്, ഫ്യൂൽ ഇഞ്ചക്ടർ പോലുള്ള ഭാഗത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ പുതിയ സിസ്റ്റംസ് ആയ CRDA സിസ്റ്റം, അതിൽ നിന്നൊക്കെ HEUI എന്ന് പറയുന്ന സ്പെഷ്യൽ ടൈപ്പ് ഇഞ്ചക്ടർ ഒക്കെ ഉണ്ട്. അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ 12 മാർക്കാണ് വരുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പെട്രോൾ ഫ്യൂൽ സിസ്റ്റത്തിൽ നിന്ന് ഒരു 6 മാർക്കും ഡീസൽ ഫ്യൂൽ സിസ്റ്റത്തിൽ നിന്ന് ഒരു 6 മാർക്കും നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ മൊഡ്യൂൾ 3 ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഇപ്പോൾ ഓട്ടോമൊബൈൽ റിലേറ്റഡ് എക്സാമ്പിൾ എഴുതിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഇനി വീണ്ടും പഠിക്കേണ്ടാത്ത ഒരു സാധനമായിരിക്കും ചിലപ്പോൾ ഈ കൂളിംഗ് ആൻഡ് ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് മുൻകാലങ്ങളിൽ കഴിഞ്ഞ പല എക്സാമുകൾക്ക് നിങ്ങൾ പഠിച്ചു പോയിരിക്കുന്ന ഒരു ടോപ്പിക് ആയിരിക്കണം ഈ കൂളിംഗ് ആൻഡ് ലൂബ്രിക്കേഷൻ സിസ്റ്റം. ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇപ്പൊ ഈ പറയുന്ന 2 സ്ട്രോക്ക് 4 സ്ട്രോക്ക് എഞ്ചിനൊക്കെ പോലെ ഏറ്റവും സിമ്പിൾ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം കൂടിയാണ് ഈ കൂളിംഗ് ആൻഡ് ലൂബ്രിക്കേഷൻ സിസ്റ്റം. അതിന്റെ വെയിറ്റേജ് 8 മാർക്കാണ് വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും കൂളിംഗ് സിസ്റ്റത്തിൽ നിന്നും ഒരു 4 ചോദ്യവും ലൂബ്രിക്കേഷനിൽ നിന്നും ഒരു 4 ചോദ്യം നമുക്ക് അവിടെ പ്രതീക്ഷിക്കാം. ദെൻ മൊഡ്യൂൾ 4 ഒറ്റൊരാളേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ വെയിറ്റേജും കുറവാണ്. അത് ഇഗ്നീഷ്യൻ സിസ്റ്റമാണ്. ഒരു പെട്രോൾ എഞ്ചിന്റെ ഇഗ്നീഷ്യൻ സിസ്റ്റം, പല ടൈപ്പ് ബാറ്ററി കോയിൽ ഇഗ്നീഷ്യൻ സിസ്റ്റം, മാഗ്നറ്റോ ഇഗ്നീഷ്യൻ സിസ്റ്റം, അങ്ങനെ പല ടൈപ്പ് ഇഗ്നീഷ്യൻ സിസ്റ്റംസ് ഉണ്ട്. അപ്പൊ അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾസും അതിന്റെ വർക്കിങ്ങും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇഗ്നീഷ്യൻ സിസ്റ്റം എന്ന് പറയുന്ന ആളിൽ നമുക്ക് പഠിക്കേണ്ടത്. ഫയറിംഗ് ഓർഡർ, പിന്നെ ഇപ്പൊ റീസെന്റ് ചോദിക്കുന്ന എക്സാമുകളിൽ സ്ഥിരം വരുന്ന ഒരു ടൈമാണ് ഡ്വൽ ആംഗിൾ. വ്യക്തമായിട്ട് പഠിച്ചില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല, ആൻസർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ കൺസെപ്റ്റ് പിടിയിട്ട് കഴിഞ്ഞാൽ ഒരു മാർക്ക് ഷുവർ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ഡ്വൽ ആംഗിൾ. കാരണം ആ ക്വസ്റ്റിന്റെ പ്രത്യേകത അങ്ങനെയായിരിക്കും. നമുക്ക് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഓപ്ഷനിൽ നിന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതല്ല ഡ്വൽ ആംഗിളിന്റെ വാല്യൂസ് ഇത്ര വരെ ഒന്നും കാണാപ്പാടം പഠിക്കാതെ തന്നെ ഓപ്ഷനിൽ നിന്നും ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതിന്റെ ക്വസ്റ്റ്യൻസ് വരാറ്. ശ്രദ്ധിക്കുക, 5 മാർക്കാണ് ആ ഒരു പാർട്ടി എന്നുള്ളത്. കാരണം അതിൽ വേറെ ഒന്നുമില്ല, ഒൺലി ഇഗ്നീഷ്യൻ സിസ്റ്റം മാത്രമാണ് ഈ 4th മൊഡ്യൂളിൽ വരുന്നത്. ദെൻ 5th മൊഡ്യൂള് അതും ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള മൊഡ്യൂളാണ്. 12 മാർക്കാണ് അതിൽ വരുന്നത്. അതിൽ ഓട്ടോ ഇലക്ട്രിക്കൽ സിസ്റ്റമാണ് വരുന്നത്. അതായത് നിങ്ങളുടെ സിലബസ് നോക്കിയാൽ മനസ്സിലാവും. ബാറ്ററിയെ കുറിച്ച് പഠിക്കണം, പിന്നെ ചാർജിങ് സിസ്റ്റത്തെ കുറിച്ച് പഠിക്കണം, അതുപോലെ പിന്നെ അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് സിസ്റ്റത്തെ കുറിച്ച് പഠിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഈ മൊഡ്യൂൾ 5 വരുന്നത്. ദെൻ മൊഡ്യൂൾ 6, അപ്പൊ ഇവിടം വരെ നമ്മളൊരു എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് വേണം സ്പ്ലിറ്റ് ചെയ്യാം. ആദ്യത്തെ 5 മൊഡ്യൂൾ എന്ന് പറയുന്നത് എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, എഞ്ചിൻ, അതിന്റെ കൺസ്ട്രക്ഷൻ, അതിന്റെ ഫ്യൂൽ സിസ്റ്റം, കൂളിംഗ് സിസ്റ്റം, ലൂബ്രിക്കേഷൻ, ഇഗ്നീഷൻ, ഓട്ടോ ഇലക്ട്രിക്കൽ എല്ലാം എന്താണ് ഒരു എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിസ്റ്റം ആണെങ്കിൽ മൊഡ്യൂൾ 6 മുതൽ 10 വരെ എനിക്ക് അയാളെ ഒരു ഓട്ടോമൊബൈൽ സിസ്റ്റം അല്ലെ ഓട്ടോമൊബൈൽ എന്ന് വിളിക്കാൻ വേണമെങ്കിൽ ഇവിടെ മുതലാണ് ഓട്ടോമൊബൈൽ എന്ന് പറയുന്ന പാർട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓട്ടോമൊബൈൽ. ഓക്കെ, മൊഡ്യൂൾ 6 അതിൻ്റെ ഒരു ചേസിസ് ആൻഡ് ഫ്രെയിം കൺസ്ട്രക്ഷനെ കുറിച്ച് പഠിക്കണം. എന്തൊക്കെ ടൈപ്പ് ചേസിസ് ഉണ്ട്, എന്താണ് ഓരോ ചേസിന്റെ പ്രത്യേകത, എന്താണ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ചേസിസ് സിസ്റ്റത്തിൽ വരുന്നത്. ചേസിസ് ആൻഡ് ഫ്രെയിം എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നത്. അതേ മൊഡ്യൂളിൽ തന്നെ 2ാമത്തെ പാർട്ടാണ് സസ്പെൻഷൻ സിസ്റ്റം. എന്താണ് ഒരു സസ്പെൻഷൻ സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ, എന്തൊക്കെ ടൈപ്പ് സസ്പെൻഷൻ സിസ്റ്റംസ് ഉണ്ട്, അതിൽ തന്നെ കോയിൽ സ്പ്രിങ്, ലീവ് സ്പ്രിങ്, ഇവർ തമ്മിലുള്ള കമ്പാരിസൺ, അങ്ങനെ കുറെ കാര്യങ്ങളാണ് ഈ സസ്പെൻഷൻ സിസ്റ്റത്തിൽ നമുക്ക് പഠിക്കാൻ വരുന്നത്. ഇനി 3ാമതൊരു പാർട്ടും കൂടി ഉണ്ട്, വീല്. അത് കുറച്ചധികം കാര്യങ്ങൾ പഠിക്കേണ്ട ഒരു മൊഡ്യൂളാണ് 6. ഇപ്പൊ നിങ്ങൾ 4ാമത്തെ മൊഡ്യൂൾ നോക്കിയാൽ ഇഗ്നീഷ്യൻ സിസ്റ്റം മാത്രം പഠിച്ചാൽ മതി അല്ലെ. അതിനനുസരിച്ച് വെയിറ്റേജും കുറവാണ്, 5 മാർക്കേ ഉള്ളൂ. പക്ഷേ മൊഡ്യൂൾ 6ന്റെ പ്രത്യേകത കുറച്ചധികം കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് ചേസിസ് എന്ന് പറയുന്നത് ഒരു ടോപ്പിക്കാണ്, ദെൻ സസ്പെൻഷൻ സിസ്റ്റം മറ്റൊരു ടോപ്പിക്കാണ്, ദെൻ 3ാമത്തെ വീൽ ആൻഡ് ടയർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്ന മറ്റൊരു ടോപ്പിക്കും. നോക്കിക്കഴിഞ്ഞാൽ ആ ടോപ്പിക്കിന്റെ ആ ഒരു എന്താണ് ഡെപ്ത് അനുസരിച്ചിട്ടുള്ള ഒരു വെയിറ്റേജ് ചിലപ്പോൾ നിങ്ങളിവിടെ കാണൂല. 8 മാർക്കാണ് അല്ലെ. നമ്മുടെ ഒരു 12 മാർക്കെങ്കിലും വേണമെങ്കിൽ ഇവിടെ നമുക്ക് ഇടാമായിരുന്നു. ഈ ഒരു 3 ടോപ്പിക്ക് വരുന്നുണ്ട്. പക്ഷേ 8 മാർക്കാണ് നമുക്ക് ഇവിടെ വെയിറ്റേജ് കാണാനായിട്ട് പറ്റുന്നത്. ഇനി മൊഡ്യൂൾ 7 നോക്കിക്കഴിഞ്ഞാൽ നോക്കിയേ, ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന് പറയുന്ന ആ ഒറ്റ സാധനത്തിന് എത്ര മാർക്കാണ് നോക്കിയേ, 12 മാർക്ക്. അതായത് ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ക്ലച്ച് പഠിക്കണം, ഗിയർ ബോക്സ് പഠിക്കണം, ഗിയർ ബോക്സിൽ തന്നെ മാനുവൽ ട്രാൻസ്മിഷനും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും പഠിക്കണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വരുന്ന ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 7 എന്ന് പറയുന്നത്. വെയിറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, 12 മാർക്ക്. ഇനി മൊഡ്യൂൾ 8 അടുത്തത്, അതായത് നമ്മുടെ ഒരു ട്രാൻസ്മിഷൻ എന്താണ് ഗിയർ ബോക്സ് കഴിഞ്ഞാൽ അടുത്ത വരുന്ന ആൾക്കാരുണ്ടല്ലോ, നമ്മുടെ പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, ഡിഫറൻഷ്യൽ, ഡ്രൈവ് ആക്സിൽ എന്ന് പറയുന്ന ആ ഒരു പാർട്ട്, അതിനും 8 മാർക്കാണ് അതിന്റെ വെയിറ്റേജ്. ദെൻ മൊഡ്യൂൾ 9 നോക്കിയാൽ വീണ്ടും സ്റ്റിയറിംഗ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട് ആക്സിലിനെ അവർ അവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫ്രണ്ട് ആക്സിൽ
സ്റ്റിയറിംഗ് സിസ്റ്റം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ സിലബസിന്റെ ലാസ്റ്റ് നമ്മുടെ എന്താണ് വീൽ അലൈൻമെന്റ് എന്ന് പറയുന്ന ഭാഗമൊക്കെ വരുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻസ് എന്തായാലും വരും. ദെൻ ലാസ്റ്റ് മൊഡ്യൂളിൽ വരുന്നതാണ് ബ്രേക്ക് സിസ്റ്റം, ബ്രേക്ക് എന്ന് പറയുന്ന ആള്. അപ്പോൾ അതിൽ ഈ 10ാമത്തെ മൊഡ്യൂളിലും ഒറ്റൊരാളേ ഉള്ളൂ, ബ്രേക്കിംഗ് സിസ്റ്റം മാത്രമേ കൂടെ പഠിക്കാനുള്ളൂ. അപ്പോൾ എന്താണ് ബ്രേക്കിംഗ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ, എന്തൊക്കെ ടൈപ്പ് ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട്, പിന്നെ ഹൈഡ്രോളിക് ബ്രേക്കിംഗ് സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈഡ്രോളിക് ബ്രേക്കിംഗ് സിസ്റ്റം, അതിന്റെ കമ്പോണൻസ്, മാസ്റ്റർ സിലിണ്ടർ, ടൈപ്സ് ഓഫ് മാസ്റ്റർ സിലിണ്ടർ, വീൽ സിലിണ്ടർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ 10ാമത്തെ മൊഡ്യൂളിൽ കയറി വരുന്നതാണ്. അത് 10 മാർക്കാണ് 10ാമത്തെ മൊഡ്യൂളിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ എല്ലാ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ 100 മാർക്കിനും കംപ്ലീറ്റ്ലി ടെക്നിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമുക്ക് വരുന്നത്. ഇനി നമ്മൾ പഠിക്കേണ്ട ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഈ 10 മൊഡ്യൂളിൽ ഒരിക്കലും ഒരു മൊഡ്യൂളും ഒഴിവാക്കി പഠിക്കാൻ നമുക്ക് നടക്കില്ല. കാരണം എന്താ, 10ാമത്തെ മൊഡ്യൂൾ ഒഴിവാക്കിയാൽ അതിന്റെ അർത്ഥം നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നത് 90 മാർക്കിനാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ആ ഒരു വെയിറ്റേജ് 10 മാർക്കിന്റെ വെയിറ്റേജ് 10ാമത്തെ മൊഡ്യൂൾ എന്തായാലും ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും, മിനിമം ചോദിച്ചിരിക്കും. ഇനി അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ മൊഡ്യൂളും ഏതാണ്ട് ഒരു ഈക്വൽ ഇമ്പോർട്ടൻസി പഠിക്കണം. അതിൽ 1ാമത്തെ മൊഡ്യൂളിന് കുറച്ച് വെയിറ്റേജ് കൂടുതലായതുകൊണ്ട് അയാൾ നമ്മളൊന്ന് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണമെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതിന്റെ സിലബസിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു 60 days സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വിന്യാസ് അക്കാദമിയിൽ. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്നത് ഓരോ വീക്കിലും അല്ലെങ്കിൽ ഒരു 4 ദിവസം 5 ദിവസം കൂടുമ്പോൾ നമ്മൾ ഒരു ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് വെക്കും. അപ്പോൾ അതിന് മുന്നേ നിങ്ങളോട് പറയും ഇന്ന ദിവസം വരുന്ന ക്വസ്റ്റ്യൻ ഡിസ്കഷന്റെ ടോപ്പിക് ഇന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു 4 ദിവസം കൊണ്ട് ആ ഒരു ടോപ്പിക് പഠിക്കണം, കവർ ചെയ്ത് വരണം. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഒരു ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വെക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ലൈവിൽ ചോദിക്കാം. പിന്നീടാണോ ഡൗട്ട് വരുന്നതെങ്കിൽ നമുക്കൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്, സ്റ്റുഡൻസിന്റെ ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട്. ആ സ്റ്റഡി ഗ്രൂപ്പിൽ ഞങ്ങളൊരു 3 അഡ്മിൻസ് ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോസ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് തമ്മിൽ ചർച്ച ചെയ്യാം. നമ്മൾ ഇടപെട്ട് തീർക്കേണ്ട ഡൗട്ടുകളാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ മാക്സിമം ഈ പറയുന്ന ഒരു 2.5 മാസം, 2.5 മാസമല്ല 2 മാസം കൊണ്ട് മിനിമം, മിനിമം അല്ല മാക്സിമം 2 മാസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ കംപ്ലീറ്റ് സിലബസും ഈ പറയുന്ന ക്രാഷ് കോഴ്സിൽ വരുന്ന കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തീർക്കും. ഓക്കെ, അതിൻ്റെ ഇടയിൽ ഓരോ മൊഡ്യൂൾസ് തീരുന്നതനുസരിച്ചിട്ട് ഇതിൻ്റെ ഇടയിൽ മോക്ക് ടെസ്റ്റുകളും മൊഡ്യൂൾ വൈസ് ആയിട്ടുള്ള മോഡൽ എക്സാമുകളും കാണും. ഏറ്റവും അവസാനത്തെ 2 ആഴ്ച എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള 100 മാർക്കിന്റെ മോഡൽ എക്സാം ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ വെയിറ്റേജ് 15ഉം 12ഉം 10ഉം 8ഒക്കെ വെയിറ്റേജ് കാണുന്നില്ല, ആ വെയിറ്റേജ് അനുസരിച്ചിട്ടുള്ള ഒരു PSC മോഡൽ ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ എക്സാം ആയിരിക്കും ഏറ്റവും ഫൈനൽ സ്റ്റേജിലായിട്ട് നമുക്ക് വരുന്നത്. അങ്ങനെ ഒരു 2.5 മാസം കൊണ്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ എക്സാമിന് കോൺഫിഡൻസോടുകൂടി പോകാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സിലബസ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ദെൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കിട്ടാനും അതുപോലെ അതിൻ്റെ നോട്ട്സ് മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡെമോ ക്ലാസ്സുകൾ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ വിന്യാസ് എഡ്യൂടെക് എന്നുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യുക. അല്ലെങ്കിൽ ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാലും ഡയറക്റ്റ് നിങ്ങൾക്ക് ആ ഒരു കോഴ്സിലേക്ക് അല്ലെങ്കിൽ ആപ്പിലേക്ക് ചെല്ലാനായിട്ട് പറ്റും. ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ കൂടുതലായിട്ടുള്ള യൂട്യൂബ് വീഡിയോസും MCQ ഡിസ്കഷൻസ് ഒക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് വരുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മടി കൂടാതെ നമ്മളെ കോൺടാക്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകളിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, കമൻറ്റ് സെക്ഷനൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് കിട്ടും. ഓക്കെ, തൽക്കാലം നിർത്താം. താങ്ക് യു.